പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ സ്വീകരിക്കണമേ. ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ, ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിതാ ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യതകളിതാ ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കഷ്ടപ്പാടുകളെയും നീറുന്ന നൊമ്പരങ്ങളെയും ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു. അമ്മേ, സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. എന്തെന്നാൽ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലല്ലോ. എന്തെന്നാൽ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയി ഭയന്നിരുന്ന ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മയാണല്ലോ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണല്ലോ വെള്ളം വീഞ്ഞാക്കി ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത്. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ ഞങ്ങളിൽ നിന്നും മാറിപ്പോകുവാനായിട്ടും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഇന്നുവരെയും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ. രോഗക്കിടക്കയിലായി പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അവരെ സംരക്ഷിക്കുന്നവരെയും പരിപാലിക്കുന്നവരെയും അമ്മ കാത്തുകൊള്ളണമേ. അമ്മേ മാതാവേ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആരോരുമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് സഹായമായി അമ്മ കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഗർഭിണികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരെ പരിപാലിക്കണമേ. ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അമ്മ അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, പൂർണ്ണ ആരോഗ്യത്തോടെ ഈ ഭൂമിയിലേക്ക് പിറക്കുവാൻ തക്കവിധം അവരെ യോഗ്യതയുള്ളവരാക്കണമേ. കുഞ്ഞുങ്ങളെ പരിപാലിച്ചു കൊള്ളണമേ. അങ്ങയുടെ ഉള്ളം കൈയിൽ വഹിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നറിഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരെ ആശ്വസിപ്പിക്കണമേ. അവരെ ബലപ്പെടുത്തണമേ. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തി അവരെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ അവർക്കായി അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാവിധ തടസ്സങ്ങളും മാറ്റി നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധം അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിക്കായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധം അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ. അവർ വിദ്യയ്ക്ക് അനുസരിച്ചുള്ള നല്ല ജോലി കൊടുക്കണമേ. കൊടുത്തിരിക്കുന്ന ജോലി നല്ലതുപോലെ ചെയ്യുവാനും അവിടെ പ്രശോഭിപ്പാനും തക്കവിധം അവരെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുറവുകളുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ എല്ലാവരെയും താങ്ങിക്കൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ, ഭാരപ്പെട്ട് അമ്മേ മാതാവേ, അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മ ഈശോയോട് ചേർത്ത് വയ്ക്കണമേ. ഈശോയെ, ഞങ്ങൾ കണ്ണീരോടെ അങ്ങേ നോക്കി നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങളുടെ അരികിലേക്കൊന്ന് കടന്നു വരണമേ. ഈശോ നാഥ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭവനം കൊടുത്ത് ആ മക്കളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ബിസിനസ്സുകളൊക്കെ തകർന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അനുഗ്രഹത്തിൻ്റെ വാതിൽ അവർക്ക് നേരെ ഒന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഏറെ വിദ്യാഭ്യാസം നേടി നല്ല യോഗ്യത നേടിയിട്ടും ആഗ്രഹിക്കുന്ന ജോലി സ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഉയർന്ന വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവർക്ക്
ആവശ്യമായ സാമ്പത്തികം എത്തിച്ചു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ബാങ്ക് ലോണുകളിലും കടക്കണികളിലും അകപ്പെട്ട് ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള വാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ. കർത്താവേ, നിന്റെ മക്കൾ, നിന്റെ സൃഷ്ടികളായ ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ഭാരപ്പെട്ടും നെടുവീർപ്പെട്ടും ഞെരുക്കത്തിലും ബുദ്ധിമുട്ടുകളിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ക്ഷാമത്തിലും കഴിയുമ്പോൾ ഞങ്ങൾക്ക് സഹായമായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പൂർവികർ അങ്ങേ നോക്കി നിലവിളിച്ചപ്പോൾ അവർക്ക് സഹായമായി അങ്ങ് കൂടെ ഇരുന്നത് പോലെ കർത്താവേ, ഞങ്ങളും ഈ ഭൂമിയിൽ ഇരുന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായമായി നീ കടന്നു വരണമേ ദൈവമേ. ഞങ്ങളോടൊപ്പം ഇരിക്കണമേ ദൈവമേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ ദൈവമേ. ഞങ്ങളുടെ യാചനകൾക്ക് നീ മറുപടി നൽകണേ കർത്താവേ. ഞങ്ങൾ അങ്ങയിലാണല്ലോ ആശ്രയിക്കുന്നത്. ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങളെ ചേർത്തണയ്ക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ. അങ്ങ് ഞങ്ങൾക്കായി നൽകിയ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ സമൃദ്ധിയോടെ ജീവിപ്പാനുള്ള കൃപയും അനുഗ്രഹങ്ങളും നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എത്രയോ മക്കൾ കർത്താവേ ഈ ലോകത്ത് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നുണ്ട് കർത്താവേ. ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളുണ്ട് കർത്താവേ. സമാധാനവും സന്തോഷവും ഇല്ലാതെ ജീവിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ആപത്തുകളിൽ പെട്ട് കഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവേ. അവരെല്ലാം അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരെ സഹായങ്ങളായി കൂടെ ഇരിക്കണമേ. അവരെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭൂമുഖത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. എല്ലാ മക്കൾക്കും കാവലും സംരക്ഷണവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.